നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നിരാഹാര സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മൂന്നാറിൽ നടന്നു. വന്യജീവി അക്രമം തടയുന്നതിനായി മൂന്നാറിലെ RRT ടീമിനെ ഉടൻ വിപുലീകരിക്കുമെന്ന CCF RS അരുൺ. അതേസമയം അക്രമകാരികളായ ആനകളെ പിടിച്ചുമാറ്റണമെന്ന ആവശ്യം യോഗത്തിൽ ചർച്ച ചെയ്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പാണെന്ന ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDFന്റെ ഭാഗമായതിനാലാണ് പാർട്ടി ചിഹ്നം ലഭിച്ചതെന്നും ജോയ്സ് ജോർജ്. ഇടുക്കി സർക്കാർ മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനം അവലോകനം ചെയ്യുന്നതിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇടുക്കിയിൽ വന്യമൃഗശല്യം അതിരൂക്ഷം. മൂന്നാർ തലയാറിൽ പടയപ്പ പെട്ടിക്കട തകർത്തു. ബൈസൺവാലിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്ക്. കാന്തല്ലൂരിൽ കാട്ടുപോത്തുകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ ഇറങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നിരാഹാര സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മൂന്നാറിൽ നടന്നു. വന്യജീവി അക്രമം തടയുന്നതിനായി മൂന്നാറിലെ RRT ടീമിനെ ഉടൻ വിപുലീകരിക്കുമെന്ന് CCF RS അരുൺ യോഗത്തിന് ശേഷം പറഞ്ഞു. പ്രശ്നം പരിഹരിക്കാൻ 3 ഘട്ടങ്ങളിലായി നടത്തേണ്ട പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കി. അതേസമയം അക്രമകാരികളായ ആനകളെ പിടിച്ചുമാറ്റണമെന്ന ആവശ്യം യോഗത്തിൽ ചർച്ച ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഇതിലായിട്ട് നമ്മൾ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ഈ തരത്തിൽ നമ്മൾ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കാനുള്ള അതിൻ്റെ മേജർ പോയിന്റ്സ്, അത് ഏതൊക്കെ തരത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ ഇന്ന് ഏകദേശം പറഞ്ഞ് തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ഷോർട്ട് ടേം മെഷേഴ്സ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ എടുക്കുന്നതാണ്. അതല്ലാതെ അടുത്തൊരു മീറ്റിംഗ് വീണ്ടും കൂടി ഈ ലോങ് ടേം ആൻഡ് മീഡിയം ടേം മെഷേഴ്സ് നമ്മൾ അത് വർക്കൗട്ട് ചെയ്യുന്നു. ഈ RRT ടീം ഉത്തരവിറക്കണം, ആനയെ പിടികൂടണം, അല്ലെങ്കിൽ നിരാഹാരം അവസാനിപ്പിക്കില്ല എന്നാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത്. അവസാനിപ്പിക്കാനുള്ള അല്ല, RRT ടീമിൻ്റെ ഓൾറെഡി നമ്മൾ ഇവിടെ നമുക്കൊരു പെർമനന്റ് RRT എന്ന് പറഞ്ഞ് ഒരു RRT ഉണ്ട്. അല്ലാതെ രണ്ടാമത് ദേവികുളം ഇതിൽ അല്ലാതെ ഒരു RRTയും കൂടെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വിലയിരുത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പുതിയതായിട്ടൊരു RRTക്ക് ഈ ഒരു ഷോർട്ട് ടേം ഇതിൻ്റെ അകത്ത് നമ്മളൊരു കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ RRT പ്രവർത്തിക്കുന്നതിനായിട്ട് പുനർവിന്യസിക്കുന്നത് എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പാണെന്ന ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDFന്റെ ഭാഗമായതിനാലാണ് പാർട്ടി ചിഹ്നം ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാടിൻ്റെ മറ്റ് വികസന പദ്ധതികളുണ്ട്. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസ്ഥാന ഗവൺമെൻറ്റുമായി ഇടപെട്ടുകൊണ്ട് ഈ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാൻ പറ്റുന്ന, പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന, അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നേതൃത്വവും അതനുസരിച്ച് പ്രവർത്തനവുമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന തിരിച്ചറിവിലേക്കും പൊതുബോധ്യങ്ങളിലേക്കും എല്ലാവരും എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തിരിച്ചറിവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാവും. ആ തിരിച്ചറിവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും. അത് ജോയ്സ് ജോർജിന് അനുകൂലമാകും. നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ഞാൻ 2014 പാർലമെൻറ്റ് അംഗമായി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ഒരാളാണ്. 19 വീണ്ടും സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അതിനുശേഷം എൻ്റെ പൊതുപ്രവർത്തനവും ഈ നാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടലുകൾ പൂർണ്ണമായും ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിലായിരുന്നു. അതിനകത്ത് ഗവൺമെൻറ്റുകളുടെ നടപടിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുമ്പോൾ പോലും മാനുഷികമായി ഈ വിഷയത്തെ സമീപിക്കുകയും ഇതിന് പരിഹാരമുണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ അത്തരത്തിലുള്ള സമീപനമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം നമ്മളുടെ 2023 കേരള ഭൂമി പതിവ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ളത് പാസ്സാക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. ഒട്ടനവധി നിയമനിർമ്മാണങ്ങളും നടപടികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് അഭിവാദ്യം അർപ്പിച്ച ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രകടനം നടന്നു. LDFന്റെ നേതൃത്വത്തിലാണ് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്.
ജോയ്സ് ജോർജിന് അഭിവാദ്യമർപ്പിച്ച LDFന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രകടനം ഇടുക്കി കവലയിൽ നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR ശശി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ ഏറ്റവും വികസനം നടക്കാത്ത ഒരു പാർലമെന്റ് മണ്ഡലമായി ഇടുക്കി മാറിക്കഴിഞ്ഞു. കാരണം റോഡുകളുടെ കാര്യത്തിൽ, പാലങ്ങളുടെ കാര്യത്തിൽ, കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിലെല്ലാം തന്നെ ഇടുക്കി ജില്ലയിലെ അവശേഷിക്കുന്ന ഭൂപ്രശ്നങ്ങളൊന്നും തന്നെ ഇടപെടുവാൻ ഇവിടുത്തെ MP ഡീൻ കുര്യാക്കോസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഈ ഇടുക്കിയുടെ ഹൃദയം തൊട്ടറിഞ്ഞ പൊന്നോമന പുത്രനാണ്. അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ മൊത്തത്തിൽ CPI ഇന്നലെ പ്രഖ്യാപിച്ചു, കേരള കോൺഗ്രസ് അതിന് മുമ്പേ പ്രഖ്യാപിച്ചു. നേതാക്കളായ VR ശശി, അഡ്വക്കേറ്റ് മനോജ് തോമസ്, MC ബിജു, ടോമി ജോർജ്, KP സുമോദ്, ടെസിൻ കളപ്പുര, തങ്കച്ചൻ വാലുമേൽ, KN വിനീഷ് കുമാർ, ലിജോബി ബേബി, PV സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. LDFന്റെ നേതൃത്വത്തിൽ ഇരട്ടയാറ്റിലും പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ സമാപിച്ചു. നേതാക്കളായ PB ഷാജി, ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ജിൻസൺ വർക്കി, ആനന്ദ് സുനിൽകുമാർ, ലാലച്ചൻ വെള്ളക്കട, ലിജു വർഗീസ്, ജിഷ ഷാജി, AC മാത്യു, ജോയി തൊട്ടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. LDF പ്രകാശ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകാശ് ടൗണിലും അഭിവാദ്യ പ്രകടനം നടത്തി. നേതാക്കളായ MJ ജോൺ, റജി മുക്കാട്ട്, സന്തോഷ് KS, അനീഷ് MK എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. LDFന്റെ നേതൃത്വത്തിൽ ഉപ്പുതറയിലും പ്രകടനം സംഘടിപ്പിച്ചു. ഉപ്പുതറ ടൗണിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. നേതാക്കളായ K കലീഷ് കുമാർ, ലാൽ എബ്രഹാം, V ജോസഫ്, G ഷാജി, MA സുനിൽ, N രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി സർക്കാർ മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനം അവലോകനം ചെയ്യുന്നതിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മെഡിക്കൽ കോളേജിനായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന 50 ഏക്കർ ഭൂമി എത്രയും വേഗം ഏറ്റെടുത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി മണ്ണ് പരിശോധനയും മറ്റനുബന്ധ പരിശോധനകളും നടത്തണം. ഇക്കാര്യങ്ങൾ ജില്ലാ കളക്ടർ ഉറപ്പുവരുത്തണം. MP ഫണ്ടിൽ നിന്നും അനുവദിക്കുന്ന 1.5 കോടി രൂപ ഉപയോഗിച്ച് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കുന്നതാണ്. മോഡുലാർ ലാബ് എത്രയും വേഗം സജ്ജമാക്കാൻ KMCL-ന് മന്ത്രി നിർദ്ദേശം നൽകി. ചെറുതോണി ബസ് സ്റ്റാൻഡ് മുതൽ ഇടുക്കി മെഡിക്കൽ കോളേജ് വരെയുള്ള റോഡ് നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശം നൽകി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണം. പുതിയ ആശുപത്രി ബ്ലോക്കിന്റെ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ജോലികൾ അടിയന്തരമായി പൂർത്തിയാക്കി ICU ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കണം. മെഡിക്കൽ കോളേജിനുള്ളിലെ റോഡുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണം. വനിതാ ഹോസ്റ്റലിന്റെ നിർമ്മാണം 1 മാസം കൊണ്ട് പൂർത്തിയാക്കും. ചുറ്റുമതിൽ നിർമ്മിക്കാനും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനും നടപടി സ്വീകരിക്കണം. വൈദ്യുതി വിതരണം സുഗമമാക്കുന്നതിന് 11 kV ഫീഡർ ലൈൻ സ്ഥാപിക്കുന്നതാണ്. മാലിന്യ സംസ്കരണത്തിനായുള്ള സംവിധാനം ഒരുക്കണം. ഭാവിയിൽ നഴ്സിംഗ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ആലോചിക്കണം. ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും ഹാജർ കൃത്യമായി ഉറപ്പുവരുത്താൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കിയിൽ വന്യമൃഗശല്യം അതിരൂക്ഷം. മൂന്നാർ തലയാറിൽ പടയപ്പ പെട്ടിക്കട തകർത്തു. ബൈസൺവാലിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. കാന്തല്ലൂരിൽ കാട്ടുപോത്തുകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ ഇറങ്ങി. തലയാറിൽ ഉച്ചയോടെയാണ് പടയപ്പ ഇറങ്ങിയത്. അന്തർ സംസ്ഥാന പാതയോരത്തെ പെട്ടിക്കട ആന തകർത്തു. പടയപ്പ ഇപ്പോഴും ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ബൈസൺ വാലിയിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ആനച്ചാൽ സ്വദേശി ധന്യയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനച്ചാലിൽ നിന്നും ബൈസൺ വാലിക്ക് സ്കൂട്ടറിൽ പോകവേ ടീ കമ്പനിക്കും ബൈസൺ വാലിക്കും ഇടയിൽ വെച്ച കാട്ടുപന്നിക്കൂട്ടം റോഡ് ക്രോസ് ചെയ്ത് വരികയായിരുന്നു. ഈ സമയം സ്കൂട്ടറിൽ പന്നികൾ മുട്ടുകയും നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിയുകയും ചെയ്തു. 10-ലധികം വരുന്ന കാട്ടുപന്നികൾ ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്.
ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ കടക്കളത്തിലെ മല പറഞ്ഞു പന്നി വട്ടം ചാടിയതാണ് വീണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി എടുത്ത് അവിടുത്തെ ഒരു ജീപ്പേ കയറ്റി ഞങ്ങൾ കൊണ്ടുവരുമായിരുന്നു. വഴിക്ക് വെച്ച് ആംബുലൻസ് കൈമാറി പോകും. പക്ഷെ തലയുടെ ഇവിടെ നല്ല അടിയാണ്. അടിയെന്ന് പറഞ്ഞാൽ തലയും വാഴയുടെ ഇവിടെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. കാന്തല്ലൂർ, കീഴാന്തൂർ, കാരിയൂർ എന്നിവിടങ്ങളിൽ കാട്ടുപോത്തുകൾ കൂട്ടമായി ഇറങ്ങി. കുഞ്ഞുങ്ങൾ അടക്കമുള്ള കൂട്ടമാണ് കൃഷിയിടങ്ങളിൽ തമ്പടിച്ചത്. വ്യാപകമായി മേഖലയിൽ കൃഷിനാശവും ഉണ്ടായി. നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയതോടെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവയെ കാട് കയറ്റാൻ ശ്രമം തുടരുകയാണ്. പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കാട്ടുപോത്തുകളെ തുരത്തുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച കട്ടപ്പനയിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ധർണ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചിരകാല ആവശ്യത്തെ തുടർന്ന് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് JB കോശി കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ട് 1 വർഷമാകുന്നു. മലയോര മേഖലയിലെ ജനങ്ങളുടേത് ഉൾപ്പെടെയുള്ള അടിസ്ഥാന അവകാശ സംരക്ഷണത്തിന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുവാൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വന്യമൃഗ ഭീഷണി നിമിത്തം മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൃഷിക്കും മനുഷ്യനും ഭീഷണിയാകുന്ന വന്യജീവികളിൽ നിന്നും ആത്മരക്ഷയ്ക്ക് വേണ്ടി അവയെ കൊല്ലുവാൻ അനുവദിക്കണമെന്ന ആവശ്യം സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചിരകാല ആവശ്യത്തെ തുടർന്ന് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് JB കോശി കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ട് 1 വർഷമാകുന്നു. മലയോര മേഖലയിലെ ജനങ്ങളുടേത് ഉൾപ്പെടെയുള്ള അടിസ്ഥാന അവകാശ സംരക്ഷണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വന്യമൃഗ ഭീഷണി നിമിത്തം മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൃഷിക്കും മനുഷ്യനും ഭീഷണിയാകുന്ന വന്യജീവികളിലും ആത്മരക്ഷയ്ക്ക് വേണ്ടി അവയെ കൊല്ലുവാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യം സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല. വന്യജീവി ഉപദ്രവം കാരണം കൃഷി നഷ്ടപ്പെടുന്ന കർഷകന് നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ഇത് സംബന്ധിച്ച ശുപാർശകൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നത് മലയോര പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളോടുള്ള സർക്കാരിൻ്റെ അവഗണന വ്യക്തമാക്കുന്നു. വന്യജീവി ഉപദ്രവം കാരണം കൃഷി നഷ്ടപ്പെടുന്ന കർഷകന് നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ധർണയിൽ ഇടുക്കി ജില്ലയിലെ KCC അംഗസഭകളായ CSI, മാർത്തോമ, യാക്കോബായ, ഓർത്തഡോക്സ്, ബിലിവേഴ്സ് മുതലായ സഭകളുടെ വൈദികരും മറ്റ് ഭാരവാഹികളും പങ്കെടുക്കും. അംഗസഭകളായ CSI, മാർത്തോമ, യാക്കോബായ, ഓർത്തഡോക്സ്, ബിലിവേഴ്സ് ചർച്ച് മുതലായ ക്രൈസ്തവ സഭകളുടെ വൈദികരും KCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് തോമസ്, KCC സോഷ്യൽ കൺസേൺസ് കമ്മീഷൻ ചെയർമാൻ റവറൻ അലക്സ് P. ഉമ്മൻ, KCC ക്ലർജി കമ്മീഷൻ ചെയർമാൻ റവറൻ നോബിൾ AR, KCC ക്ലർജി കമ്മീഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റവറൻ ബിനു കുരുവിള മുതലായ മാന്യ വ്യക്തികളും വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്നു. രാവിലെ 10 മണിക്ക് കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമി ധർണ ഉദ്ഘാടനം ചെയ്യുന്നതും വൈകുന്നേരം 3:30 നടത്തപ്പെടുന്ന പൊതുസമ്മേളനത്തോടെ ധർണ പരിസമാപിക്കുന്നതുമാണ്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ വർഗീസ് ജേക്കബ് കോർപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ ബിനോയ് P. ജേക്കബ്, പേരെപ്പറമ്പിൽ, ഫാദർ മനോജ് ചാക്കോ, ഫാദർ റിറ്റോ റിജി, I. ദാനിയേൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് അശ്ലീല വീഡിയോ സന്ദേശങ്ങൾ അയച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂപ്പാറ പട്ടണം വീട്ടിൽ അൽത്താഫ് ഷെറീഫിനെയാണ് ഉടുമ്പൻചോല പോലീസ് അറസ്റ്റ് ചെയ്തത്. സേനാപതി സ്വദേശിനിയായ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. 3 മാസം മുൻപാണ് പ്രതിയായ 19-കാരൻ അൽത്താഫ് പെൺകുട്ടിയുമായി സൗഹൃദ ബന്ധം സ്ഥാപിച്ചത്. തുടർന്നാണ് അശ്ലീല സന്ദേശങ്ങൾ അയക്കുവാൻ തുടങ്ങിയത്. ഈ കാര്യം പെൺകുട്ടി മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. തുടർന്ന് ഉടുമ്പൻചോല പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്തു. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിൽപ്പനയ്ക്കായി എത്തിച്ച 1 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ വണ്ടൻമേട് പോലീസ് പിടികൂടി. ചേറ്റുകുഴി സ്വദേശി കുട്ടൻതറപ്പയിൽ സജോ, ചക്കുപള്ളം കരിമാളൂർ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. വണ്ടൻമേട് പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത്. തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്നും കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് എത്തിച്ച 1 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീമും വണ്ടൻമേട് പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് 1 കിലോ കഞ്ചാവ് പിടികൂടിയത്.
ചേറ്റുകുഴി ശങ്കരങ്കാനം പെട്രോൾ പമ്പിന് സമീപം നടത്തിയ സംയുക്ത വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ചേറ്റുകുഴി ശങ്കരങ്കാനം കുട്ടൻതറയിൽ സജോ, ചക്കുപിള്ളം കരിമാളൂർ അരുൺ എന്നിവരാണ് പിടിയിലായത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടികൂടി. സ്ഥിരമായി കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചു വരികയായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. കുറച്ചു നാളുകളായി ഡാൻസ് ഓഫ് സംഘം പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിന്റെ തുടർച്ചയായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി. വഴിത്തർക്കത്തെ തുടർന്ന് തോക്കുമായി വീട്ടിലെത്തി അയൽവാസി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി പരാതി. നെടുങ്കണ്ടം പ്രകാശ് ഗ്രാമിലാണ് സംഭവം. ഇരുകൂട്ടരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായെന്നും തോക്ക് ഉപയോഗിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ജോലി കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന തന്നെ അയൽവാസി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പ്രകാശ് ഗ്രാം സ്വദേശി മള്ളിയിൽ മുരളി ആരോപിക്കുന്നു. ശബ്ദം കേട്ട് വീടിന് പുറത്തു വന്ന അച്ഛൻ ശേഖരപിള്ളിയെയും സഹോദരി രജനിയെയും അയൽവാസി ആക്രമിച്ചു. തുടർന്ന് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ ഇയാൾ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് അടിച്ചു. പിന്നീട് പുറത്തിറങ്ങിയ ശേഷം വെടി ഉതിർത്തെന്നും ഇവർ ആരോപിക്കുന്നു. ഞാൻ ഇന്നലെ പണിയും കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഹരികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യൻ വഴിയിൽ നിന്നിട്ട് എന്നെ ഇതേപോലെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഈ ആക്രമിക്കുന്നത് ഒച്ച കേട്ടുകൊണ്ട് അച്ഛനും സഹോദരിയും കൂടി വന്നു. അവരെയും കൈയേറ്റം ചെയ്ത് അയാളുടെ കയ്യിലിരുന്ന തോക്കിൻ്റെ പാത്തി കൊണ്ട് അടിക്കുകയും പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങൾ പെരക്കകത്തോട്ട് കൂടി കയറി. ഈ പറഞ്ഞ ഹരികൃഷ്ണനും കൂടുതൽ കയറി ബഹളം വയ്ക്കുകയും സഹോദരിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് സൈഡിലേക്ക് വെടിയുതിർത്തു. ഇവരുടെ കുടുംബവും അയൽവാസിയുമായി വഴിത്തർക്കം നിലവിലുണ്ട്. വസ്തുവിന്റെ 2 ഭാഗത്തുകൂടി നടപ്പുവഴി വിട്ടു നൽകിയിട്ടുണ്ട്. എന്നാൽ വാഹനം കടന്നു പോകുന്ന വഴി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു തർക്കം. നിരന്തരം എന്നെ ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് പിണറായിയുടെ അടുത്ത് വരെയും ഗുണ്ടകളുണ്ട്, നിന്റെ ആങ്ങളെ ഞാൻ പിടിച്ചു കെട്ടിയിട്ട് വഴി വെട്ടും, അതല്ലെന്നുണ്ടെങ്കിൽ തല്ലിക്കൊല്ലും, ഇത് തന്നെയാണ് അവർ പറയുന്നത്. എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് വഴി വേണം, വഴി തന്നേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊരു 13 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആ റൂട്ട് ഒരു വഴി വെട്ടിയതെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥനെ അവര് മനഃപൂർവ്വം അവിടെ നിന്ന് കടത്തിയിട്ട് വഴി വെട്ടി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവരുടെ മക്കൾ അറിയുന്നത്. അത് അവര് കോടതിയിൽ കൊണ്ടുപോയി കേസാക്കി. കേസ് നിലനിൽക്കെ തന്നെ ഇവര് വണ്ടി അതിനകത്ത് കയറ്റിയിട്ട് വണ്ടിക്കാര് ഇവര് സ്ഥലത്തിന്റെ ഉടമസ്ഥരും കൊണ്ടുപോയി പരാതി കൊടുത്ത് ആ വഴി സ്റ്റേ ആയിരുന്നു. ഇപ്പം അവരത് നടപ്പാതെ മാത്രമായിട്ടേ നമുക്ക് തന്നിട്ടുള്ളൂ. ആ വെട്ടിയ വഴി നമ്മുടെ പറമ്പിൽ കൂടെ നിലവിൽ കിടക്കുക. ആ വഴി അവർക്ക് പോരാ, അവർക്ക് വലിയ വാഹനം അവരുടെ വീട്ടിൽ എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ പറയുന്നത്. അതുപോലെ നിരന്തരം ഞങ്ങളോട് വീട്ടിൽ കയറിയുള്ള പ്രശ്നങ്ങളാണ്. അതേസമയം ഇരു കൂട്ടരും തമ്മിൽ നിലവിലുള്ള വഴിത്തർക്കത്തെ തുടർന്നുണ്ടായ വാക്കേറ്റം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നും ഇരു കൂട്ടരുടെയും പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്നും കമ്പംമെട്ട് പോലീസ് വ്യക്തമാക്കി. തോക്ക് ഉപയോഗിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് അറിയിച്ചു. ഇരു കൂട്ടരും നെടുങ്കണ്ടത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. അയ്യപ്പൻകോവിൽ ആലടി PHCക്ക് ഡീൻ കുര്യാക്കോസ് MP ആംബുലൻസ് അനുവദിച്ചു. ആംബുലൻസ് വാങ്ങാനായി MP ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലായി 4 മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ 6,60,000 രൂപയും അനുവദിച്ചതായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികൾക്കായി ഡീൻ കുര്യാക്കോസ് MP 19 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയ അയ്യപ്പൻകോവിൽ PHCക്ക് ആംബുലൻസിനായി 12 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. PHCയിൽ ആംബുലൻസിനായി ശ്രമം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. എന്നാൽ നാളിതുവരെ അനുകൂലമായ നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് MPയെ സമീപിച്ചത്. ഇതോടെയാണ് ആംബുലൻസിനായി MP ഫണ്ട് അനുവദിച്ചതെന്ന് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ പറഞ്ഞു. അയ്യപ്പൻകോവിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ച് ഡീൻ കുര്യാക്കോസ് MPയുടെ ഫണ്ടിൽ നിന്നും അയ്യപ്പൻകോവിൽ ആലടി PHCക്ക് ഒരു 108 ആംബുലൻസും അതുപോലെ തന്നെ ചപ്പാത്ത്, സുൽത്താനിയ, പളനിക്കാവ് എന്നീ മേഖലകളിലെ മിനി മാസ്റ്റ് ലൈറ്റും MP ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അതിന് അയ്യപ്പൻകോവിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ അഭിനന്ദനങ്ങളും MPക്ക് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അയ്യപ്പൻകോവിൽ, ചപ്പാത്ത്, സുൽത്താനിയ, പളനിക്കാവ് എന്നിവിടങ്ങളിലാണ് മിനി മാസ്റ്റ് ലൈറ്റുകൾ അനുവദിച്ചത്. ഒരു ഹൈമാസ്റ്റ് ലൈറ്റിന് 1,65,000 രൂപ വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരളം എന്ന മാനവികത എന്ന വിഷയത്തിൽ കട്ടപ്പനയിൽ നാട്ടരങ്ങ് സംഘടിപ്പിച്ചു. പ്രശസ്ത കവി ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്തു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി, കുമാരനാശാൻ ചരമശതാബ്ദി, ആശാൻ കവിതകളുടെ ആലാപനം തുടങ്ങിയ പരിപാടികളാണ് നാട്ടരങ്ങിന്റെ ഭാഗമായി നടന്നത്. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത കവി ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആദികാവ്യത്തിൻ്റെ നാട് കേരളത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയ വലിയ കുന്നുകളിലെല്ലാം സ്വർണ്ണ നിക്ഷേപമുള്ള നാട്, ഒരുപാട് നദികൾ കൂലം കുത്തി ഒഴുകുന്ന സ്വർഗീയ സുന്ദരമായിട്ടുള്ള നാട്. ആലോചിച്ച് നോക്കുക, 1930കളിലെല്ലാം ഈ കട്ടപ്പനയുടെ സൗന്ദര്യം വേറൊന്നായിരുന്നിട്ടുണ്ട്. എവിടെയും പ്രകൃതിയുടെ ആശ്ലേഷത്താൽ വേറെ ഒരുപാട് അസൗകര്യങ്ങൾ അനുഭവിച്ചിരുന്നു എങ്കിലും നമ്മുടെ പൂർവികർ ആ പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ടും പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ടും ഒരുപാട് ആനന്ദിച്ചവരായിരിക്കും. ഇന്ന് കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നു നമ്മുടെ നാട്ടിൽ. അന്നും കാട്ടുമൃഗങ്ങൾ ഇറങ്ങിയിരുന്നു. പക്ഷേ കാട്ടുമൃഗങ്ങൾക്ക് മാന്യമായ ഒരു സ്ഥാനം നൽകുകയും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവരുടെ ഇടം അവരുടേത്, അത് നമുക്കുള്ളതല്ല എന്ന ഏറ്റവും നവീനമായിട്ടുള്ള ഒരാശയത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് നമ്മളെ ഇന്ന് ഇവിടെ സമ്മേളിപ്പിക്കുന്ന തരത്തിൽ ജീവ ചൈതന്യത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി അവരന്ന് പ്രകൃതിയോട് മല്ലിട്ടത്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ അധ്യക്ഷനായിരുന്നു. കാഞ്ചാർ രാജൻ, മോബിൻ മോഹൻ, KR രാമചന്ദ്രൻ, ഷെർലി മണലിൽ, അഡ്വക്കേറ്റ് VS ദീപു, KA മണി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഗിരീഷ് പുലിയൂറിന്റെ കവിതാലാപനം കട്ടപ്പനയെ സർഗസാന്ദ്രമാക്കി മാറ്റി. പേടിക്കാവടിയാട്ടം, സർവ്വനിറത്തിൻ പേടിക്കൊടിയാട്ടം, നീതിപ്പേടി, നിയമപ്പേടി, മുമ്പ് പറഞ്ഞതിനെ പേടി, ഭാഷപ്പേടി, വേഷപ്പേടി, വാദിക്കുന്നവരെ പേടി, നീതിപ്പേടി, നിയമപ്പേടി, മുമ്പ് പറഞ്ഞതിനെ പേടി, വേഷപ്പേടി, ഭാഷപ്പേടി. തുടർന്ന് കവിത സംഗീത ആലാപനവും നടന്നു. JCI ഇരട്ടിയാറിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇരട്ടിയാർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തനോദ്ഘാടനവും ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. ഇരട്ടയാറിലെ യുവ സംരംഭകരുടെയും യുവാക്കളുടെയും പ്രൊഫഷണലുകളുടെയും കൂട്ടായ്മയായ JCI ഇരട്ടയാറിന്റെ 2024 ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവുമാണ് നടന്നത്. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഈ വർഷത്തെ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് മാറ്റങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കണം. ആ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സ്വപ്നം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ മെമ്പേഴ്സിൻ്റെയും മനസ്സിലുണ്ടാവണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രമിക്കുകയും കൂടി ചെയ്യണം. ഒരു ഒത്തൊരുമയോടെ, ഞാനിവിടെ കണ്ട ഒരു ബോണ്ടുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ബോണ്ട്, ഒരു പേഴ്സണൽ ബോണ്ട്, ഒരു ഫാമിലി ബോണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ മെമ്പേഴ്സ്, നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് വന്ന് ആയിരിക്കുന്ന കുറച്ച് സമയങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരു വലിയൊരു ബോണ്ടാണ്. ഈ ഒരു ബോണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി തീർക്കുവാനായിട്ട് സാധിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇരട്ടയാറിന്റെ 2024 വർഷത്തെ പ്രസിഡന്റായി കിരൺ ജോർജ് സ്ഥാനമേറ്റെടുത്തു. JCI സോൺ 20യുടെ പ്രസിഡന്റ് അരുൺ ജോസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I do solemnly swear that I will faithfully execute the office of President of JCI Iratayar and will, to the best of my ability, serve as the living example of this organization's philosophy and belief, and uphold and enforce the constitution and policy of this organization at all times. സോൺ വൈസ് പ്രസിഡന്റ് സയൻ ജോസഫ്, ഷാജി ജോസഫ്, പ്രോഗ്രാം കോർഡിനേറ്റർ ആന്റണി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. JCI ഇരട്ടയാറിലേക്ക് പുതുതായി അംഗത്വമെടുത്ത 24 പേരും പുതിയ ഭാരവാഹികളും സത്യപ്രതിജ്ഞ ചെയ്തു. സുധീഷ് പാലക്കുഴ, ദിലീപ് ടോം എബ്രഹാം, ആന്റണി ജോസഫ്, ജോർജ് കുട്ടി MV, മനോജ് ജോർജ്, സഞ്ജു ജോസഫ്, സിതാര സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി കർഷക കോൺഗ്രസ് ബ്ലോക്ക് നേതൃത്വം. പൊതുജനങ്ങൾക്കായി അനുവദിക്കുന്ന ഫണ്ടുകൾ നഷ്ടപ്പെടുത്തുന്നതിനെതിരെയും ഭരണസമിതി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കർഷക കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ വിവിധങ്ങളായ പദ്ധതികളാണ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയിൽ നഷ്ടമാകുന്നത്.
കഴിഞ്ഞ ദിവസം സ്പോർട്സ് കൗൺസിലിന്റെ 4.5 കോടി രൂപ പഞ്ചായത്തിന് നഷ്ടമായിരുന്നു. ടെക്നിക്കൽ അസിസ്റ്റന്റിനുണ്ടായ വീഴ്ച മൂലമാണ് ഫണ്ട് നഷ്ടമായത്. എന്നാൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ ഫണ്ട് നഷ്ടമാകുന്ന സ്ഥിതിഗതികൾ പൊതുജനങ്ങളോടുള്ള വഞ്ചനയാണെന്നാരോപിച്ചാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് ഒരുങ്ങുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് 4.5 കോടി രൂപ അനുവദിക്കുകയും വളർന്നു വരുന്ന തലമുറകൾക്ക് നീന്തൽ കുളവും വടംവലി പന്തുകളി എന്നീ കാര്യങ്ങൾ വരുന്ന തലമുറകൾക്ക് കളിക്കുവാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്ന 4.5 കോടി രൂപ പ്രോജക്റ്റ് റിപ്പോർട്ട് സമയങ്ങളിൽ അനുവദിക്കാതെ ചെയ്യാത്തതിൻ്റെ പുറത്ത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് 4.5 കോടി രൂപ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ പ്രദേശത്ത് വളർന്നു വരുന്ന തലമുറയോട് കാണിക്കുന്ന വഞ്ചനാപരമായ ഈ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് ഉപ്പുതറ പീരിമേട് കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടിക്ക് രൂപം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യുവജനങ്ങൾക്കും വളർന്നു വരുന്ന സമൂഹത്തിനും വേണ്ടിയുള്ള പദ്ധതികൾ നഷ്ടമാകുന്നതിനാൽ ഭരണസമിതി രാജിവെക്കാൻ തയ്യാറാകുക, പൊതുജനങ്ങളോട് ഭരണസമിതി മാപ്പ് പറയുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിൽ ഉന്നയിക്കും. തോട്ടം മേഖലകളിലെ എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ രോഗകാരണമായ പാർത്തീനിയം ചെടി തഴച്ചു വളരുന്നത് വെട്ടിനശിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അലർജി, ത്വക്കുരോഗം, ശ്വാസനാള സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് കാരണമാകുന്ന ചെടികൾ വെട്ടിനശിപ്പിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ആസ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന പാർത്തീനിയം ചെടി അലർജിക്ക് കാരണമാകാറുണ്ട്. ഇതിന്റെ സാമീപ്യം പലരുടെയും ദേഹത്ത് ചൊറിച്ചിലും തടിപ്പും ഉണ്ടാക്കും. പാർത്തീനിയത്തിൽ അടങ്ങിയിരിക്കുന്ന പാർത്തനിൻ അലർജി ഉണ്ടാക്കുന്നു. ത്വക്കുരോഗങ്ങളും ശ്വാസകോശരോഗങ്ങളും ഇതുമൂലം ഉണ്ടാകാറുണ്ട്. ശ്വാസനാള സംബന്ധമായ അസ്വസ്ഥതകളുള്ളവർക്ക് പാർത്തീനിയത്തിന്റെ പൂമ്പൊടിയുള്ള വായു ശ്വസിക്കുന്നത്, തുടർച്ചയായ തുമ്മൽ, മൂക്കടപ്പ്, കണ്ണിൽ നിന്നും വെള്ളം വരിക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇത്തരത്തിൽ രോഗകാരണങ്ങളാകുന്ന പാർത്തീനിയം ചെടികളാണ് എസ്റ്റേറ്റ് മേഖലകളിലെ ലയങ്ങൾക്ക് സമീപവും വഴിയരികുകളിലും തഴച്ചു വളർന്ന് രോഗഭീതി പടർത്തുന്നത്. എല്ലാ വർഷവും ഇത്തരം ചെടികൾ എസ്റ്റേറ്റ് അധികൃതർ വെട്ടി നശിപ്പിക്കാറുള്ളതാണ്. എന്നാൽ വേനൽ കടുത്ത ചെടികളിലെ പൂവുകൾ ഉണങ്ങി ഇവ കാറ്റിൽ പറന്ന രോഗകാരണമായേക്കാവുന്ന സ്ഥിതി രൂക്ഷമായിട്ടും പല സ്ഥലങ്ങളിലും ഇവ വെട്ടി നശിപ്പിച്ചിട്ടില്ലെന്ന പരാതിയാണ് തൊഴിലാളികൾക്കുള്ളത്. പ്രായാധിക്യത്താലും രോഗാവസ്ഥയിലുമുള്ള ജനങ്ങൾ പാർക്കുന്ന എസ്റ്റേറ്റ് മേഖലകളിൽ തഴച്ചു വളരുന്ന പാർത്തീനിയം ചെടികൾ വെട്ടി നശിപ്പിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ഈ ചെടി രോഗമുള്ളവർക്ക്, ആസ്മ രോഗമുള്ളവർക്കും ബാക്കിയുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ പരസ്പരം ഫുള്ളും പറന്നെത്തുകയും ബാക്കിയുള്ള കുട്ടികളടക്കം ഈ പ്രദേശത്ത് കൂടി തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് പറന്ന് എത്തുകയും ചെയ്യുന്നു. ഇത് ഈ ചെടി വെട്ടി നീക്കാനായിട്ട് കമ്പനിയിലുള്ള അധികൃതരോ അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ളവരോ ബന്ധപ്പെട്ടവർ ഇതിന് വെട്ടിമാറ്റണമെന്ന് തൊഴിലാളികളുടെ നിലയ്ക്ക് ഞാൻ പറയുന്നു. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ഉപ്പുലായിനി തളിക്കുന്നത് ഈ കളയെ ഉണക്കാൻ പര്യാപ്തമാണ്. അതിനാൽ പാർത്തീനിയം ചെടികൾ വെട്ടിനശിപ്പിക്കാത്ത പക്ഷം ഈ മാർഗം ഉപയോഗിച്ചെങ്കിലും രോഗകാരണങ്ങൾക്ക് വഴിതെളിക്കുന്ന ചെടികൾ നശിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അയ്യപ്പൻകോവിൽ പരപ്പ് ചാവറഗിരി സ്പെഷ്യൽ സ്കൂളിന്റെ 11ാമത് വാർഷികാഘോഷവും രക്ഷകർതൃദിനവും സംഘടിപ്പിച്ചു. കലാദർപ്പൺ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന DEO S പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു. ഒരു പതിറ്റാണ്ടായി അയ്യപ്പൻകോവിൽ, ഉപ്പുതറ എന്നീ മേഖലകളിലെ പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് പരപ്പ് ചവറഗിരി CMI സ്പെഷ്യൽ സ്കൂൾ. സ്കൂളിന്റെ 11ാമത് വാർഷികവും രക്ഷകർതൃദിനവുമാണ് സംഘടിപ്പിച്ചത്. കലാദർപ്പൺ എന്ന പേരിൽ നടന്ന ആഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച യോഗം കട്ടപ്പന DEO S പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു. ഫാദർ സൂചിപ്പിച്ചു, നമുക്ക് ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്ക് അവനോട് ഏറെ ഇഷ്ടം തോന്നും, നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കാൻ നമുക്ക് സന്തോഷം തോന്നും. പക്ഷെ അവൻ്റെ ഒപ്പം അല്പനേരം ചെലവഴിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുമോ? ഇല്ല. നമ്മൾ പലരും അത്തരം കുട്ടികളെ കാണുമ്പോൾ അവരുടെ ഏറെ ഇഷ്ടത്തോടെ നോക്കുകയും ഏറെ സ്നേഹത്തോടെ അവരുടെ വാത്സല്യം കാട്ടുകയും ചെയ്യുമെങ്കിലും അവരുടെ കുസൃതികൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. പക്ഷെ വിദഗ്ധരായ അധ്യാപകർക്ക്, അവർക്ക് പരിശീലനം നേടിയ അധ്യാപകർക്ക് ആ കുട്ടികളെ എത്ര വേഗമാണ് അവരെ കയ്യിലെടുക്കാൻ കഴിയുന്നത്. അവരുടെ ഇഷ്ടപ്പെട്ട കളികളിലൂടെയും ഇഷ്ടപ്പെട്ട സംസാരങ്ങളിലൂടെയും അവൻ ഏതാണ് ഇഷ്ടമെന്ന് തിരിച്ചറിയാൻ
കുട്ടികളുടെ അടുത്തേക്ക് വിടുന്നത് തന്നെ. പരിപാടിയിൽ ഐഡിയ സ്റ്റാർ സിംഗർ താരം നിഖിൽ ഏലിയാസ് ഗാനങ്ങൾ ആലപിച്ചു. ചവറ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ജോൺസൺ പന്താനിക്കൽ CMI, വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ലിജോ KF CMI, അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ, സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ ഫാദർ പ്രിൻസ് ജോയ് CMI, പ്രിൻസിപ്പൽ അശ്വതി ചന്ദ്രൻ, വേളാങ്കണ്ണി ആശുപത്രി ഡയറക്ടർ ആനി, PTA പ്രസിഡന്റ് ഗ്രേസി രാജൻ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ നാഷണൽ സയൻസ് ഡേ ആചരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയുടെ മനോഹാരിതയും പച്ചപ്പും സംരക്ഷിക്കാനും ഇടുക്കിയിലെ വിനോദസഞ്ചാര സാധ്യതകൾ തിരിച്ചറിയാനും അന്യം നിന്നു പോകുന്ന പ്രാചീന തനത് കലാരൂപങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇടുക്കിയെ ലോക ഭൂപടത്തിൽ എത്തിക്കാനുമായാണ് ഇടുക്കി എന്ന മിടുക്കി എന്ന പേരിൽ സാംസ്കാരിക പ്രദർശനം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മക്കളെ, പഠനത്തോടൊപ്പം തന്നെ നമ്മളുടെ കലാപരമായ കാര്യങ്ങൾ വളർത്തിയെടുക്കുക, എടുപ്പിക്കുക അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും കടമയാണ്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ അവരുടെ കല എന്താണെന്നറിഞ്ഞ് അവരെ വളർത്തിക്കൊണ്ടുവരിക. ചില കുട്ടികൾക്ക് പഠനത്തോടായിരിക്കും, ചില കുട്ടികൾക്ക് കൃഷിയോടായിരിക്കും, ചില കുട്ടികൾക്ക് ബിസിനസ്സിനോടായിരിക്കും. സഹോദരിമാരെയും അധ്യാപകരെയും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഏത് രീതിക്കാണോ വളർത്തുന്നത് അതേ രീതിക്ക് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ണിപ്പാറ അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബിന്നി, ഫെഡറൽ ബാങ്ക് മാനേജർ ജസ്റ്റിൻ K സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് സണ്ണി സേവിയർ, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് എടത്തിച്ചിറ, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മനോജ് സെബാസ്റ്റ്യൻ, അബ്ദുൾ സലാം, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ വിപിൻ എളമ്പാശ്ശേരിൽ, ജോജോ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. പ്രദർശനത്തിൽ 1952 മുതലുള്ള റേഡിയോകളുടെ വമ്പിച്ച ശേഖരം, പുരാതന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, കൃഷി സംബന്ധമായ നാട്ടുപകരണങ്ങൾ എന്നിവയുടെ ശേഖരവും, ഔഷധസസ്യങ്ങൾ, ഹൈറേഞ്ചിലെ കുടിയേറ്റം ഉൾപ്പെടെയുള്ള അപൂർവ ചിത്രപ്രദർശനവും സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രദർശനവും ഉൾക്കൊള്ളിച്ചിരുന്നു. കൂടാതെ നാടൻ ഭക്ഷണശാല, വിനോദസഞ്ചാര സാധ്യതകൾ വ്യക്തമാക്കുന്ന സ്റ്റാൾ എന്നിവയും സജ്ജീകരിച്ചിരുന്നു. പ്രദർശനത്തിന്റെ പ്രാധാന്യത്തെ മുൻനിർത്തി കുട്ടികൾ വിളംബര ജാഥയും സംഘടിപ്പിച്ചു. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി ഇരട്ടയാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 2-ാം തീയതി വരെയാണ് റോഡ് സുരക്ഷാ വാരാചരണ പരിപാടികൾ സ്കൂളിൽ നടക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെയും റോഡ് സുരക്ഷാ അതോറിറ്റിയുടെയും കേരള പോലീസിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഇരട്ടയാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ റോഡ് സുരക്ഷാ വാരാചരണം നടത്തുന്നത്. പ്രഥമ ശുശ്രൂഷ പരിശീലനം, റോഡ് സുരക്ഷയെ സംബന്ധിച്ചുള്ള ഷോർട്ട് ഫിലിം നിർമ്മാണം, റോഡ് സുരക്ഷാ സന്ദേശ റാലികൾ, ഫ്ലാഷ് മോബുകൾ, വിവിധ മത്സരങ്ങൾ എന്നിവയാണ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും കേരള പോലീസ് സുരക്ഷാ അതോറിറ്റിയുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. റാലി, ബോധവൽക്കരണ ക്ലാസ്, ഫ്ലാഷ് മോബ്, ഞങ്ങളുടെ സ്കൂളിലെ തന്നെ ഡ്രൈവറായ ഡെന്നി ചേട്ടൻ്റെ കവിതയുടെ ദൃശ്യ ആവിഷ്കാരം, റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡ്സുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ റോഡ് സൈൻബോർഡുകളെ പറ്റിയുള്ള അവബോധം, ഇങ്ങനെ നിരവധി പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത് കുമാർ R റോഡ് സുരക്ഷയെക്കുറിച്ച് ക്ലാസ് നയിച്ചു. റോഡ് സുരക്ഷാ ഷോർട്ട് ഫിലിം നിർമ്മാണവും പുരോഗമിക്കുകയാണ്. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ശ്രീലത തോമസ്, ദീപ TK, മാത്യു ജോസഫ്, ജിൻസ് V ജോർജ്, പ്രോഗ്രാം അസിസ്റ്റന്റ് ഹരി AV, ജെയ്സൺ, ഡെന്നി ജോൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വോട്ട് ചോദിച്ച കുട്ടികൾ, പ്രചാരണം കൊഴുപ്പിച്ച കൂട്ടുകാർ, പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അക്കമിട്ട് നിരത്തി കുട്ടി സ്ഥാനാർത്ഥികൾ, വോട്ടിംഗ് മെഷീനും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി സഹപാഠികൾ. ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും നിറഞ്ഞ അന്തരീക്ഷം ഒരുങ്ങിയപ്പോൾ പൈനാവ് MRS സ്കൂൾ ഒരു അസൽ പോളിംഗ് ബൂത്തായി മാറി. ഒടുവിൽ വോട്ട് ചെയ്ത് മഷി പുരണ്ട വിരലുകൾ ഉയർത്തി കുട്ടികൾ പുറത്തിറങ്ങിയപ്പോൾ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുട്ടികൾക്ക് കാണാപ്പാഠമായി.
തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായി സ്റ്റുഡൻസ് അംബാസിഡർ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് പൊതു തിരഞ്ഞെടുപ്പിന് സമാനമായ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് സ്കൂളിൽ മാതൃകാ തിരഞ്ഞെടുപ്പ് നടത്തിയത്. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും അർഹരായ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് സ്കൂളിൽ പ്രചരണത്തിന് അവസരമൊരുക്കുകയും ചെയ്തു. പോളിംഗ് ഓഫീസിന്റെ അതേ മാതൃകയിൽ ക്രമീകരിച്ച ഇലക്ഷൻ റൂമിൽ പോളിംഗ് ഓഫീസർമാർ, ബൂത്ത് ഏജന്റുമാർ, പ്രിസൈഡിംഗ് ഓഫീസർ എന്നിവർ തയ്യാറായിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെയാണ് കുട്ടികൾ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായത്. വോട്ട് ചെയ്തവരുടെ വിരലുകളിൽ മഷി പുരട്ടുകയും ചെയ്തു. സ്റ്റുഡൻസ് അംബാസിഡർ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങളുടെ ആരെ വോട്ട് ചെയ്യിപ്പിക്കും? അച്ഛൻ, അമ്മ, ചേട്ടൻ, 18 വയസ്സിന് മേലെയുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരെയും, നിങ്ങളുടെ സമീപത്തുള്ള എല്ലാവരെയും പ്രേരിപ്പിച്ച് വോട്ട് ചെയ്യാൻ അവരെ ബൂത്തിലേക്ക് പറഞ്ഞു വിടേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അപ്പം അത് ഭംഗിയായിട്ട് നിർവഹിച്ചു വേണം ഈ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അവധിക്കാലമൊക്കെ ആഘോഷിച്ച് തിരിച്ച് നിങ്ങൾ ഇവിടെ വരാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുക. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വോട്ട് ചെയ്യാനും മാതാപിതാക്കളെയും അയൽക്കാരെയും ബന്ധുക്കളെയും പ്രേരിപ്പിക്കുന്ന സ്മാർട്ടായ വിദ്യാർത്ഥിയാണ് സ്റ്റുഡന്റ് അംബാസിഡർ. SC, ST വിദ്യാർത്ഥികൾക്കായുള്ള MRS, ഹോസ്റ്റൽ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും മാതാപിതാക്കളെയും അയൽക്കാരെയും ബന്ധുക്കളെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വോട്ട് ചെയ്യാനും വിദ്യാർത്ഥികൾ വഴി പ്രേരിപ്പിക്കുകയുമാണ് സ്റ്റുഡന്റ് അംബാസിഡർ പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ക്ലാസ്, ക്വിസ് മത്സരം, മീറ്റ് ദ കാൻഡിഡേറ്റ്, മോക്ക് പോൾ, തിരഞ്ഞെടുപ്പ് ചരിത്രവും പ്രത്യേകതകളും, പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ അവതരിപ്പിക്കുന്ന വെർച്വൽ എക്സിബിഷൻ, മാതാപിതാക്കൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടോ, കഴിഞ്ഞ തവണ വോട്ട് ചെയ്തോ, ഇപ്രാവശ്യം വോട്ട് ചെയ്യുമോ എന്നീ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ മാതാപിതാക്കളെ ഫോൺ ചെയ്ത് അന്വേഷിക്കുന്ന കോൾ യുവർ പേരന്റ് തുടങ്ങിയ വിവിധ പരിപാടികളും നടക്കും. പരിപാടിയിൽ സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ അരുൺ ജെയോ തുടങ്ങി നിരവധി ആളുകളും പങ്കെടുത്തു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലയ്ക്ക ലേല വിവരം. ആകലോട്ട് 236, വിൽപ്പനയ്ക്ക് വന്നത് 74,058, വിൽപ്പന നടന്നത് 74,058. കൂടിയ വില 2,125, ശരാശരി വില 1,565. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 510 രൂപ, ഏലം കൂടിയ വില 1,450, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 975, കൊക്കോ 140, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,759 രൂപ, വെള്ളി 75. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നിരാഹാര സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മൂന്നാറിൽ നടന്നു. വന്യജീവി അക്രമം തടയുന്നതിനായി മൂന്നാറിലെ RRT ടീമിനെ ഉടൻ വിപുലീകരിക്കുമെന്ന് CCF RS അരുൺ. അതേസമയം അക്രമകാരികളായ ആനകളെ പിടിച്ചു മാറ്റണമെന്ന ആവശ്യം യോഗത്തിൽ ചർച്ച ചെയ്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പാണെന്ന ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDFന്റെ ഭാഗമായതിനാലാണ് പാർട്ടി ചിഹ്നം ലഭിച്ചതെന്നും ജോയ്സ് ജോർജ്. ഇടുക്കി സർക്കാർ മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനം അവലോകനം ചെയ്യുന്നതിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു.
മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇടുക്കിയിൽ വന്യമൃഗശല്യം അതിരൂക്ഷം. മൂന്നാർ തലയാറിൽ പടയപ്പ പെട്ടിക്കട തകർത്തു. ബൈസൺവാലിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്ക്. കാന്തല്ലൂരിൽ കാട്ടുപോത്തുകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ ഇറങ്ങി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.